ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നോമ്പുകാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ തേങ്ങ ചിരവാണ്. തേങ്ങ ചിരവിയതിന് ശേഷം നന്നായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിരുമ്മി പിഴിഞ്ഞ് പാലെടുക്കാം. കമ്പാൽ മതി, ഫസ്റ്റ് പാൽ, ഒന്നാം പാൽ മതി, അത് മാത്രം മതി. അതിന് ശേഷം എന്ത് ചെയ്യുക, ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കും, നമ്മളൊരു പാത്രം എടുത്തിട്ട് അടുപ്പിൽ വെക്കാം. അതിൽ ആവശ്യത്തിന് ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കാം. അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. എന്താണ് ഇതിനൊരു സ്പെഷ്യൽ സാധനം, നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട, നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മതി. ശേഷം ഞാൻ അതിലേക്ക് ചെറിയുള്ളി ചെറുങ്ങനെ അരിഞ്ഞിട്ടിട്ട്, ചെറിയുള്ളി എന്തായാലും നിർബന്ധമാണ്, ചെറിയുള്ളി ഇടാം. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം എന്ത് ചെയ്യുക, നമ്മൾ ഒഴിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണിത്, നല്ലൊരു റെസിപ്പിയാണ്. ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ്, കൂടുതൽ ഇടരുത്, ഒരിത്തിരി ഉപ്പ്, പിന്നെ ഏലക്കായ് ഞാൻ ചതച്ചിട്ടതാണ്. വെള്ളം തിളയ്ക്കുമ്പോൾ റവ എത്രയാണോ നമ്മൾ എടുത്തത് അതേ അളവ് തന്നെയാണ് നമ്മൾ അതിൻ്റെ കൂടെ സേമിയ ഇടണം. സേമിയ അളവ് തന്നെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ പഞ്ചസാര ഇട്ടെടുക്കുക, നന്നായി മിക്സ് ചെയ്യുക, ഇളക്കി കൊടുക്കുക. അതൊന്ന് നല്ലോണം തിളച്ചിട്ട് ചെറു തീയിൽ സിമ്മിലാക്കിയിട്ട് നന്നായി വേവിച്ചെടുക്കുക. ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അണ്ടി മുന്തിരി ഇട്ടെടുക്കുക, അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം മതി. ഞാനിവിടെ ഉണ്ടായതുകൊണ്ട് ഇട്ടെടുത്താണ്. ഇപ്പോൾ ഏകദേശം ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. റവയും സേമിയ ഒന്ന് വേവുന്ന വരെ നന്നായിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. സേമിയ റവയൊക്കെ നന്നായി വെന്തിക്കുന്നത് ഇതാ നമ്മളിവിടെ പിഴിഞ്ഞ് വെച്ചാൽ തമ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് നന്നായി തിളച്ച് വരട്ടെ. നിങ്ങൾക്ക് ഈ അടുക്കളേൻ്റെ കോലം കണ്ടിട്ട് വിചാരിക്കുന്നത് എന്താണെന്നുള്ളത്, ഞങ്ങൾക്ക് ഇവിടെ അത്രയോട് സൗകര്യമുള്ളൂ. ഇപ്പോൾ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതാണ് തരിക്കഞ്ഞി, നോമ്പ് സ്പെഷ്യൽ തരിക്കഞ്ഞി. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് ചെറിയ ഇൻഗ്രീഡിയൻസ്, ഞാൻ പാലിലൊന്നല്ല ഉണ്ടാക്കൽ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റ് ആയിരിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം.